പറയാനും ചൊറിയാനും മാന്താനും കുറെ ആൾക്കാരുണ്ടാവും. വിദ്യാലോന്ന് ചിന്തിക്കുന്ന ടൈമിൽ ഞാൻ ചിന്തിക്കുന്ന 2 ഇൻസിഡന്റ് ഉണ്ടെങ്കിൽ ഞാനിത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് മീ ആളാണ്. നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്നൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ളതും കളിയാക്കിയിട്ടുള്ളതും പരിഹസിച്ചുള്ളതും പുച്ഛിച്ചിട്ടുള്ളതും. ഗൈസ്, എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങൾ പറയാണ്ട്. ദാറ്റ്സ് വൈ ഞാൻ ഈ ഒരു ലോങ് വീഡിയോ ഇടുന്നത്. റീസെന്റ് ആയിട്ടുള്ള 2-3 ദിവസമായിട്ട് നമ്മളെ ചാനലിൽ 10K സബ്സ്ക്രൈബേഴ്സ് ആയി. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. ഞാൻ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എന്താ പറയാ, ഞാൻ കുറേ നാൾ ആഗ്രഹിച്ച് കിട്ടിയൊരു സംഭവമാണിത്. അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് പറഞ്ഞാൽ ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എനിക്ക് ഭയങ്കര സന്തോഷം. അപ്പോൾ ഗൈസ്, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അതായത് നമ്മുടെ ചാനൽ തുടങ്ങിയ സമയത്ത് ഞാനും എൻ്റെ സിസ്റ്റേഴ്സും എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവരും, എക്സ്പെഷ്യലി എൻ്റെ ചെങ്ങായിയൊക്കെ, ഞങ്ങൾ 4-5 ആൾക്കാർ നമ്മൾ ഓരോ സബ്സ്ക്രൈബേഴ്സ് വരുമ്പോൾ ഇവിടെ കറങ്ങാൻ തുള്ളി ചാടിയാണ്. അതായത് ഫസ്റ്റ് ആ 1K എന്നൊക്കെ പറയുന്നത് ഓരോ സബ്സ്ക്രൈബേഴ്സ് കയറുമ്പോഴും നമ്മളിവിടെ ഇരുന്ന് ഇങ്ങനെ ഒന്ന് കയറി ഇത്ര ആയിക്കഴിഞ്ഞാൽ 1K, ഇത്ര ആയിക്കഴിഞ്ഞാൽ 1K, അങ്ങനെ കാത്തിരുന്നാണ്ട് കിട്ടിയതാണ്. സത്യം പറഞ്ഞാൽ കുറേ ടൈം എടുത്തിട്ടുണ്ട്. നോർമൽ ആൾക്കാർക്ക് എടുക്കണേക്കാട്ടിലും കൂടുതൽ കുറേ ടൈം എടുത്തിട്ടുണ്ട് സംഭവം. എനിക്ക് എല്ലാ സാധനങ്ങളും അങ്ങനെ തന്നെയാണ്. പ്രത്യേകിച്ച് എല്ലാ കാര്യങ്ങളും പെട്ടെന്നൊന്നും കിട്ടുന്ന ആളല്ല ഞാൻ. അങ്ങനെ കുറേ കാത്തിരുന്ന് അപ്പം അങ്ങനെ സ്റ്റാർട്ടിങ് നമ്മളുടെ അങ്ങനെയാണ്. അത്രയും കാത്തിരുന്ന് അങ്ങനെയാണ് 1K ആയത്. ആ 1K ഇപ്പം ഇന്ന് 10,000 എബോ ആയി. അതായത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് 36 ആൾക്കാരുള്ള ഒരു ചാനൽ വെച്ചിട്ടേന്. 35 ആൾക്കാർ. ആ 35 ആൾക്കാർ പറയുന്നത് എൻ്റെ ഫാമിലിത്തെ ആൾക്കാരേന്. എൻ്റെ ഫാമിലി, എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലീസ്, ഞങ്ങളെ ക്ലോസ് ഫ്രണ്ട്സ് പോലും മാത്രമേ. അങ്ങനെ ആ ഒരു 35 ആൾക്കാരിൽ നിന്ന് തുടങ്ങിയതാണ്. ആ 35 ആൾക്കാർ നമ്മൾ അത്രയും അറിയുന്ന ആൾക്കാരെ, എൻ്റെ അറിയുന്ന ഫാമിലി മെമ്പേഴ്സ്, അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫാമിലി മെമ്പേഴ്സ്, അതേപോലെ തന്നെ നമ്മളെ അറിയുന്ന അത്രയും എല്ലാവരോടും ഒന്നും പറഞ്ഞിട്ടുണ്ടായില്ല. നമ്മളെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് മാത്രം. അങ്ങനെ എല്ലാം 35 ആൾക്കാരേനെ അത്. അങ്ങനെ അവിടുന്നാണ് ഇന്ന് ഈ പ്ലസ് 10,000 ആൾക്കാർ എന്നൊക്കെ പറഞ്ഞാൽ സത്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. പ്ലസ് എനിക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ പറയില്ലേ സന്തോഷം കൊണ്ട് കണ്ണ് അറിയാന്ന്, അങ്ങനത്തെ ഒരു സംഭവമാണ്. അപ്പോൾ ഈ ഒരു സംഭവത്തിൽ എന്താ, ഞാൻ ഒരാളെ പേര് പറയാതിരുന്നതിനാ സത്യം പറഞ്ഞിട്ട് അത് എന്താവും, ഞാൻ നന്ദിയോട് കാണിക്കണ മാതിരിയാവും. അതായത് ലിറ്ററലി എനിക്കറിയാം സപ്പോർട്ട് ചെയ്യാനില്ലത് പറയാന്നുണ്ടെങ്കിൽ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ്, എൻ്റെ പെരക്കാർ, അതേപോലെ തന്നെ എൻ്റെ ഹസ്ബൻഡ്, എൻ്റെ ചെങ്ങായി, ഇവർ മാത്രമേ സപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിട്ടുള്ളൂ. എൻ്റെ വേറെ നിന്ന് കുറച്ച് ഫ്രണ്ട്സ്. പക്ഷെ കളിയാക്കാനാണെന്നുണ്ടെങ്കിലും കുറ്റം പറയാനാണെന്നുണ്ടെങ്കിലും കുറ്റപ്പെടുത്താനാണെന്നുണ്ടെങ്കിലും പരിഹസിച്ചിരിക്കാനാണെന്നുണ്ടെങ്കിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു ഇതുവരെ. അതായത് ഇവരെ അറിയാത്ത ആൾക്കാർ സപ്പോർട്ട് ചെയ്യണ ആ സൈഡിൽ നമ്മളെ പേഴ്സണലി അറിയുന്ന ആൾക്കാരാണ് ഏറ്റവും കൂടുതൽ ഇന്നൊക്കെ കുറ്റം പറഞ്ഞിട്ടുള്ളതും കളിയാക്കിയിട്ടുള്ളതും പരിഹസിച്ചുള്ളതും പുച്ഛിച്ചിട്ടുള്ളതും. അപ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോണ സമയത്ത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ വേഗം വന്നിട്ട് ചെങ്ങായിയോടെ പറയല്, എന്തെങ്ങനെയൊക്കെ ഉണ്ടായി, ഇങ്ങനെ പറഞ്ഞ് എന്തായാലും ഇങ്ങനെ കളിയാക്കി എന്നൊക്കെ പറയുമ്പോൾ ആള് കൂളായിട്ട് പറയും, സാരമില്ല, ഒരു ദിവസം എന്തായാലും വരും, ഇങ്ങനെ കളിയാക്കിയ ആൾക്കാരെ മുമ്പിൽ ഈ എന്തെങ്കിലും ആയിട്ട് ഈ കാണിച്ചു കൊടുക്കണം എന്നറിയും. അപ്പോൾ ലിറ്ററലി ഗൈസ് എല്ലാവരും കളിയാക്കി പറഞ്ഞിരിക്കണി. പക്ഷേ ആള് ഇന്നിപ്പോൾ ഞാൻ ഈ ഒരു 10K ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ 10K വരെങ്കിലും ഞാനിത് കണ്ടിന്യൂ ചെയ്തിരിക്കുന്നുണ്ടെങ്കിൽ ബിഹൈൻഡ് മീ ആളാണ്. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്ക് ക്യാമറയിൽ ആളധികം കാണില്ല, ബിക്കോസ് ആൾ നാട്ടിലില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ എനിക്ക് ആദ്യം നന്ദി അറിയുന്നത് ആളോടാണ്. ആൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ബിക്കോസ് നിങ്ങൾ ഈ ആയിരുന്നുണ്ടെങ്കിൽ എനിക്ക് എന്തായാലും കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. ബിക്കോസ് അത്രക്ക് കളിയാക്കിക്കണം. ഞാൻ അറിയുന്ന ആൾക്കാർ, അറിയാത്ത ആൾക്കാർ എന്നുള്ളതല്ല, എന്നെ പേഴ്സണലി അറിയുന്ന നമ്മളെ ഫാമിലിയിലുള്ള ആൾക്കാർ, കുറേ ആൾക്കാർ കളിയാക്കിയതും പുച്ഛിച്ചതും ഒക്കെ ഉണ്ട്. ഞാൻ ഓലേക്ക് ഒന്നിനും പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ കൂടെ വെറുതെ വന്നു കാണിച്ച് പറയുന്ന ആൾക്കാരുണ്ടാവില്ല. അങ്ങനത്തെ കുറേ ആൾക്കാരുണ്ടായിട്ടുണ്ട്. അതിൽ 2 ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞിട്ട് ഇന്ന് ഞാൻ മറന്നിട്ടില്ല. ഞാൻ എന്തെങ്കിലും ഒരു ടൈമിൽ ഞാൻ ചെയ്യുന്ന എഫേർട്ടിന് എനിക്ക് റിസൾട്ട് ഇല്ല എന്ന് തോന്നുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അത് നിർത്തിയാലോ എന്ന് ചിന്തിക്കുന്ന ടൈമിൽ ഞാൻ ചിന്തിക്കുന്ന 2 ഇൻസിഡൻറ്റ് ഉണ്ടായി. ഒന്നാമത്തേത്, എന്നോട് എന്നെ അത്രയും മീൻസ് അത്രയും നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരിൽ ഉണ്ടാവുമല്ലോ, മീൻസ് അതായത് നമ്മളെ വേണ്ടപ്പെട്ട ആൾക്കാർ, നമ്മൾ വിശ്വസിക്കുന്ന ആൾക്കാർ. അതിലൊരാൾ ചോദിച്ചത്, ഇനി ഈ ഒരു 35 ലൈക്ക് കൊണ്ട്, ഞാൻ മൊത്തം ചോദിച്ചതാ, ഈ ഒരു 35 ലൈക്ക് കൊണ്ടോ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ടല്ലോ, ഈ ഒരു 35 ലൈക്ക് കൊണ്ടൊക്കെ എന്താക്കാനാ, ആ ഒരു ഡയലോഗ് അതിൻ്റെ മനസ്സിൽ ഇപ്പോഴും ഞാൻ മറന്നില്ല. ചോദിച്ച ആളും കറക്റ്റാ ചോദിച്ച സിറ്റുവേഷൻ എനിക്ക് കറക്റ്റ് ഓർമ്മയുണ്ട്. ദെൻ ഓൾസോ വേറൊരാളും കൂടി ഉണ്ടായി. ഞാനൊരു ഫാമിലി, നമ്മളെ റിലേറ്റീവ്സിൻ്റെ ഒരു ഫംഗ്ഷന് പോയ സമയത്ത്, കല്യാണത്തിന് പോയ സമയത്ത് എൻ്റെ ഫാമിലി എല്ലാവരും ഉണ്ട്. അപ്പോൾ ആ ഇടയിൽ നിന്ന് എല്ലാവരും ഫാമിലിയുടെ ഇടയിൽ നിന്ന് ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് നമ്മളെ ഫാമിലി വ്ളോഗർ വന്നല്ലോ പറഞ്ഞുകൊണ്ട് പരിഹസിച്ച് ചിരിച്ച ഒരാളുണ്ട്. ആൻഡ് സത്യം പറയുന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടിയ റെസ്പെക്ട് ഞാൻ തിരിച്ചു കൊടുക്കുള്ളൂ. അത് ആരാണെന്നുണ്ടെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും എങ്ങനെയാണെന്നുണ്ടെങ്കിലും. അപ്പോൾ ആ ഒരു ചോദ്യം എല്ലാവരും കളിയാക്കി തിരിച്ചതും ആ കുറേ സംഭവം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു 2 സംഭവം എൻ്റെ മനസ്സിൽ ഭയങ്കര സ്ട്രൈക്ക് ആയിട്ടുണ്ട്. ആൻഡ് ഇവരോട് എനിക്ക് ഭയങ്കര താങ്ക്സ് പറയാനുണ്ട്. ബിക്കോസ് ആരോ പറയില്ല, ഇൻസൾട്ടാണ് മുരളി ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന്. അതായത് ഇതേപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ബിക്കോസ് ഇവരെ പറഞ്ഞുകൊണ്ട്
ചെയ്യാൻ കൂടുതൽ തോന്നിക്കുക ചെയ്തിട്ട് മീൻസ് ഒരു സ്റ്റേജിൽ ഞാൻ ചെയ്യുന്നതിന് റിസൾട്ട് എനിക്ക് കിട്ടണില്ല എന്നോ അല്ലാന്നുണ്ടെങ്കിൽ നല്ല ടൈം എടുത്തിക്കണം എല്ലാവർക്കും എടുക്കണക്കാരും കൂടുതൽ ടൈം എടുത്തിക്കണം. അപ്പോൾ എനിക്ക് അങ്ങനെയൊക്കെ തോന്നിയപ്പോൾ ഞാൻ ഇതാ ചിന്തിക്കുക, ഈ 2 സംഭവം ചിന്തിക്കല്. എൻ്റെ മനസ്സിലൊരു ഒരു സംഭവം ഉണ്ടല്ലോ, മീൻസ് അങ്ങനെ പറഞ്ഞില്ലേ, അങ്ങനെ പറഞ്ഞു ഞാൻ അവിടെ നിർത്തി പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞക്ക് സന്തോഷമാവും, ഈ പറഞ്ഞക്ക് പിന്നെയും പറയാനൊരു സംഭവമാവും. അപ്പോൾ എൻ്റെ വീഡിയോ കാണുന്ന നിങ്ങളോടാണ്, ഒരു ചെറിയ യൂട്യൂബ് ചാനലോ എന്തെങ്കിലും കോക്കനട്ട് നിങ്ങൾ തുടങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യരുത്. പറയാനും ചൊറിയാനും മാന്താനും കുറേ ആൾക്കാരുണ്ടാവും. പിന്നെ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ അറിയുന്ന ആൾക്കാരുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കരുത്. ബിക്കോസ് ഒരിക്കലും നിങ്ങൾ അറിയുന്ന ആൾക്കാർ ഫോർ മീ ഇന്നെ വെച്ചിട്ട് നോക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും അറിയുന്ന ആൾക്കാരല്ല നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ പോവുക, സ്ട്രേഞ്ചേഴ്സ് ആവും. എനിക്ക് ഉറപ്പാണ്. ബിക്കോസ് ഒരായിരിക്കും ശരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പോകുന്നുണ്ടാവുക. പിന്നെ അത്രയും നമ്മളെ ക്ലോസ് ആയിട്ട് നമ്മൾ ജയിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് ഫ്രണ്ട്സും കുറച്ച് ഫാമിലി മെമ്പേഴ്സും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഗിവ് അപ്പ് ചെയ്യാതിരിക്കാം പറ്റും. എന്നെ കൂടെ എത്തിക്കുന്നുണ്ടെങ്കിൽ മീൻസ് ഞാൻ വലിയ സംഭവമായിട്ടില്ല പറയണേ, പക്ഷെ എന്നാലും 10,000 ആൾക്കാർ അല്ലെങ്കിൽ 10,000+ ആൾക്കാർ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ സംഭവം തന്നെ. അപ്പോൾ ഇതെങ്കിലും എന്നെ കൊണ്ട് പറ്റിക്കുന്നുണ്ടെങ്കിൽ ഇതിനെക്കാട്ടിലും നിങ്ങളെ കൊണ്ട് പറ്റും, എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇതേപോലെ തുടങ്ങിയിട്ട് ഇങ്ങനെ കളിയാക്കലൊക്കെ കേട്ടിട്ട് അയ്യോ ഇങ്ങോട്ട് പറ്റണില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഗിവ് അപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്, അല്ലാന്നുണ്ടെങ്കിൽ കഴിയണില്ല എന്നൊക്കെ തോന്നാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇതൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്. പക്ഷേ ഞാൻ ഇത് പറയാനല്ല ശരിക്കും മെയിനായിട്ട് വീഡിയോ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ 10K ആയതുകൊണ്ട് എൻ്റെ മനസ്സിലുണ്ടായിന് ചെറിയൊരു കേക്ക് കട്ട് ചെയ്യാനുള്ള ആഗ്രഹം. ബിക്കോസ് ഒരു വലിയ മൈൽ സ്റ്റോണാണ് എന്നെ സംബന്ധിച്ചിടത്തോളം, ചെറിയ സംഭവമല്ല, മനസ്സിലായോ? അപ്പോൾ ഞാനിങ്ങനെ കേക്ക് ഇത് കൈ കൊണ്ട് പിടിച്ചോട്ടോ, ഇങ്ങനെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി പിടിക്കാൻ കൈ കടയുന്നുണ്ട്. അപ്പോൾ ഞാൻ 10K ആയ സമയത്ത് ഞാൻ കേക്ക് കട്ട് ചെയ്യുന്നതിൻ്റെ മനസ്സിൽ നല്ല ആഗ്രഹം ഉണ്ടായിനി. അപ്പോൾ ഞാൻ അങ്ങനെ പിൻട്രസ്റ്റ് നോക്കിയിട്ട് ഒരു കേക്കിൻ്റെ പിക്ചറൊക്കെ സെലക്ട് ചെയ്ത് വെച്ച് ഒക്കെ സെറ്റാക്കി. അതായത് നമുക്ക് 10K അടിക്കുന്നത് മുഹറം 9 അന്നാട്ടോ. അപ്പോൾ 10 എന്തായാലും ഞാൻ നോമ്പ് പിടിച്ചതുകൊണ്ട് 10 കേക്ക് കട്ട് ചെയ്യേണ്ട, 10 കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഡേ ഇന്നും അല്ലെങ്കിൽ നാളെ ആയിട്ടും കേക്ക് കട്ട് ചെയ്യാൻ വിചാരിച്ചു. അപ്പോൾ ആ സമയം കൊണ്ട് നമ്മൾ 10,000 ഉള്ളത് കുറച്ചും കൂടി ഒന്ന് ഇൻക്രീസ് ആവും. അഥവാ ഇതൊക്കെ കണ്ടിട്ട് കുരു വെട്ടിക്കാണ്ട് അൺഫോളോ അടിച്ച് പോകണം, ഞാൻ സബ്സ്ക്രൈബ് അടിച്ച് പോകണമെങ്കിൽ പോയിക്കോട്ടെ. അങ്ങോട്ട് എനിക്ക് അവിടെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നിന്നീനെ. അപ്പോൾ ഞാൻ അങ്ങനെ കേക്ക് കട്ട് ചെയ്യാന്ന് വെച്ചാൽ കേക്കിൻ്റെ ഫോട്ടോ ഒക്കെ ഇന്നലെ എടുത്തേച്ച്. അപ്പോൾ ഞാൻ കേക്ക് സ്ഥിരമായിട്ട് ഒരാളടുത്താണ് നമ്മളെ വീട്ടിൽ അങ്ങനെ കസ്റ്റമൈസ് ചെയ്യുന്നെങ്കിൽ ഒരാളത്തെ കൊടുക്കില്ല. അപ്പോൾ ആൾക്ക് കൊടുക്കണമെന്നൊക്കെ മോഡൽ കൊടുക്കണമെന്നൊക്കെ വിചാരിച്ച് ഞാൻ നിൽക്കുന്ന സമയത്താണ് എനിക്ക് കേക്കും കൊണ്ട് 2 ആൾക്കാർ വരുന്നേ. സത്യം പറയുന്നത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് മാറ്റിയായിരുന്നു. അപ്പോൾ ഞാൻ ഇത് വിചാരിച്ചിട്ടും കൂടില്ല, സ്വപ്നത്തിൽ കൂടി വിചാരിച്ചില്ല ഇവർ കേക്കും കൊണ്ട് വരുന്നില്ലത്. അപ്പോൾ ഞാൻ കേക്കോ എന്താ എനിക്ക് മനസ്സിലായില്ല, ബിക്കോസ് എനിക്കറിയില്ലല്ലോ ഇവർ കേക്ക് കൊണ്ട് വരുന്നില്ലത്. അപ്പോൾ ഐ വാസ് ലൈക്ക് റെഡി. അപ്പോൾ ഞാൻ ആ വീഡിയോൻ്റെ ക്ലിപ്പ് ഇതിൻ്റെ കൂടുതൽ കൊടുക്കണം, എന്തായാലും കണ്ടോക്ക്. പഴംപൊരി എടുക്കണോ ആണെങ്കിൽ തിന്നാ സർപ്രൈസ്. എന്തിന് കേക്ക് 10K ഓർഡർ ചെയ്തോ? ഭാഗ്യം അതിനെ അപ്പോ പറഞ്ഞു വന്നത് അങ്ങനെ ഒരു കേക്കൊക്കെ കൊണ്ടു ഞാൻ കേക്ക് വാങ്ങാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുകയായിരുന്നു. ശരിക്കും എനിക്ക് സർപ്രൈസ് ഞാൻ ഗസ്റ്റ് ചെയ്തിട്ട് കൂടി ഉണ്ടായില്ല, മീൻസ് കൊണ്ടാൻ ചാൻസ് ഉണ്ട് അങ്ങനെയൊന്നും വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി. സംഭവം നമ്മൾ വിചാരിച്ചില്ലല്ലോ, നമ്മളെ സന്തോഷങ്ങൾ നമ്മളെ പോലത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരെ കിട്ടുകയെന്നുണ്ടെങ്കിൽ അതൊരു ബ്ലെസ്സിങ് ആണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി തേക. അപ്പോൾ നമ്മൾ പറഞ്ഞു തന്നത് വലിയ സെലിബ്രേഷൻസും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ നമ്മൾ ചെറിയ സന്തോഷം. അപ്പോൾ ഓല് കേക്ക് വാങ്ങിയിനി. സോ ഇന്ന് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടല്ല, ആ കേക്കിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കണം, അതിനുശേഷം കേക്ക് കട്ട് ചെയ്യണം. അപ്പോൾ അതാണ് മെയിനായിട്ട് ഈ ഒരു വ്ലോഗിൽ പരിപാടി. അപ്പോൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. സമയം കുറച്ച് നേരം വൈകിക്കണം, എന്നാലും നമുക്ക് എല്ലാ ഫോട്ടോസ് എടുക്കാം. പിന്നെ ഞാൻ ഈ ഒരു വ്ലോഗ് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് തന്നെ ചെയ്യണമെന്ന് എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിനി. ബിക്കോസ് എൻ്റെ അധികം വീഡിയോസ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഞാൻ ഇവിടുന്നാണ് എൻ്റെ എല്ലാ വീഡിയോസും എടുക്കൽ. അതായത് എനിക്ക് വീഡിയോ എടുക്കാൻ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാഞ്ഞിട്ടല്ല, സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് കുറച്ച് ലൈറ്റിംഗ് ഉണ്ട്. എൻ്റെ റൂമിൽ ഞാൻ വീഡിയോ ബാക്ക്ഗ്രൗണ്ടിലുള്ള സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ എത്ര റിംഗ് ലൈറ്റ് ഒക്കെ വെച്ചാലും ആ ഒരു ലൈറ്റിങ്ങിന് ആ സംഭവം ഉണ്ടല്ലോ, എനിക്ക് ആ നാച്ചുറൽ ലൈറ്റിൻ്റെ ആ ഫിനിഷിങ് കിട്ടണില്ല.
അപ്പോൾ അതുകൊണ്ട് ഞാൻ അധികം ഇവിടുന്ന് എടുക്കല്. ഈ ഇങ്ങനെ എടുക്കുമ്പോൾ തന്നെ കുറേ ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഈ സ്കൂളിലാണോ, മീൻസ് ഈ പെയിന്റ് കണ്ടിട്ട് കണ്ടോ, ഇത് മറ്റേ സ്കൂളിലൊക്കെ അടിക്കുന്ന ഡബിൾ മാരത്തെ പെയിന്റില്ല, എൻ്റെ മാതാശ്രീക്കാന്ന് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ അടിച്ചതാണ്. അപ്പം അങ്ങനെ കുറേ ആൾക്കാർ സ്കൂളിലാണ് അതാണ് ഇതാണെന്നൊക്കെ ചോദിക്കലുണ്ട്. സ്കൂളിലാണോ നിൽക്കണേ, ഹോസ്റ്റലാണോ? പക്ഷെ ഇതിൻ്റെ വീടാണ്, വീട്ടിലത്തെ ഫ്രണ്ടത്തെ ഇതുണ്ടോ, ഫ്രണ്ടിലെ ഡോറാണ്, ഫ്രണ്ടത്തെ പെയിൻ്റാണിത്. അപ്പോൾ ഇവിടെ നിന്നാൽ ഞാൻ ചെയ്യില്ല. അപ്പോൾ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു ഈ ഒരു വീഡിയോ എടുക്കാൻ പറ്റിയ ബാക്ക്ഗ്രൗണ്ട് ഇതന്നെയാണെന്നുള്ളത്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു, ഒരു വട്ടം കൂടി വീഡിയോസ് കാണണേ. പിന്നെ എനിക്ക് കുറച്ച് കൂട്ടാൾക്കാരുടെ ഒരു കാര്യം പറയാനുണ്ട്. എനിക്ക് ചെറിയൊരു റിക്വസ്റ്റാണ്. എൻ്റെ വീഡിയോ കണ്ട് എൻ്റെ സ്വന്തം നാട്ടുകാരോടാണ്. എൻ്റെ വീഡിയോ കണ്ടുകാണ്ട് വെറുതെ ചൊറിഞ്ഞാണ്ട് അവിടെ ഇവിടെ ഓരോന്ന് പറഞ്ഞുണ്ടാക്കിയിട്ട് നടക്കേണ്ട ആവശ്യമില്ല. ബിക്കോസ് ഞാൻ നിങ്ങളെ മക്കളെ കുറിച്ചോ ആരെ കുറിച്ചോ ഒന്നും ബാഡായിട്ട് പറഞ്ഞു നടക്കാനോ കാര്യത്തിൽ ഇടപെടാതെ ഞാൻ വന്നിട്ടില്ല. ഇന്ന് വരെ ഞാൻ വന്നിട്ടില്ല, ഞാൻ ഇങ്ങോട്ട് വരില്ല. പക്ഷേ ഈ പറഞ്ഞ് നടക്കുന്നതും ഉണ്ടാക്കി നടക്കുന്നതും ആരും എനിക്ക് കറക്റ്റായിട്ട് അറിയാം. പക്ഷെ നിങ്ങൾ ഈ പറയുന്നതൊന്നും എന്നോടല്ല, മറിച്ച് എൻ്റെ ഫാമിലിനോടാണ്, എക്സ്പെഷ്യലി എൻ്റെ അമ്മനോടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എൻ്റെ പെരയിൽ വന്നിട്ട് പറയാം, ഞാൻ അവിടെ ഉണ്ടാവും. നിങ്ങളോട് വന്നാൽ മതി. നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനോ കളിയാക്കാനോ കുറ്റപ്പെടുത്താനോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരിട്ട് എന്നോടൊന്ന് പറഞ്ഞോളി. അതിനുള്ള റിപ്ലൈ ഞാൻ തരണ്ട്. ബിക്കോസ് എൻ്റെ അമ്മക്കൊന്നും അറിയില്ല. എൻ്റെ അമ്മ ഇപ്പം അടുത്താണ് ഫോണിനെ നല്ലപോലെ യൂസ് ആക്കി തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ആൾക്ക് യൂട്യൂബ് എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങളെ അറിയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനോട് വന്നിട്ട് പറഞ്ഞാൽ മതി. പിന്നെ നിങ്ങൾ പറയുന്നതൊക്കെ കറക്റ്റ് ഞാൻ പക്ക അറിയുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോടാ പറയാനുള്ളത്, നിങ്ങളോട് മീൻസ് നിങ്ങൾ ഈ വീഡിയോ കാണുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ വെറുതെ പറഞ്ഞുണ്ടാക്കാനോ പറ്റിണ്ടാക്കാനോ നിൽക്കണ്ട. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ട് വരിക, എന്നോട് സംസാരിക്കുക, ഞാനെല്ലാം റിപ്ലൈ ആറുണ്ട്. ബിക്കോസ് ഞാനാണല്ലോ ഇടുന്നത്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ഇങ്ങോട്ട് വരിക, ഞാൻ റിപ്ലൈ തരാം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുന്നുള്ളത്. വെറുതെ എന്തിനാണ് ഒരാളെ കാര്യത്തിൽ പോയിട്ട് അനാവശ്യമായിട്ട് ഇടപെട്ട് ഇങ്ങോട്ട് സംസാരിച്ച് ഇതാക്കാൻ നിൽക്കണം. ഞാൻ നിൽക്കലില്ല, ഞാൻ ഇങ്ങോട്ട് നിൽക്കൂല, നിങ്ങൾ നിൽക്കണ്ട. അതാണ് എൻ്റെ ഒരു നിലപാട്. ഇപ്പം നിങ്ങൾ ആരെങ്കിലും കാര്യത്തിൽ നിൽക്കണമെങ്കിൽ നിന്നോളൂ, എൻ്റെ കാര്യത്തേക്ക് നിൽക്കണ്ട. ബിക്കോസ് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഒന്നിനും വരുന്നില്ലല്ലോ. ഞാൻ എൻ്റെ വൈക്ക് എൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് പോവുകയാണ്. ഈ പറഞ്ഞു നടക്കുന്ന ആൾക്കാർ ഒരു മനുഷ്യനോട് ഞാൻ എൻ്റെ ചാനൽ നോക്കാനോ സബ്സ്ക്രൈബ് ചെയ്യാനോ അല്ലാന്നുണ്ടെങ്കിൽ വീഡിയോസ് കാണാനോ ലൈക്ക് ചെയ്യാനോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല, എന്നിട്ട് പറയൂല. അപ്പോൾ നിങ്ങളായിട്ട് കാണുന്നു, നിങ്ങളായിട്ട് കുറ്റം പറയുന്നു. അപ്പോൾ എന്തിനാ വെറുതെ ഞാനൊരു ജീവി, എൻ്റെ സന്തോഷത്തിൽ ഞാൻ ജീവിച്ച് പൊയ്ക്കോട്ടെ വിചാരിക്കും. അപ്പം അതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. സോ നമുക്ക് എൻ്റെ നാട്ടിലൊക്കെ കഴിഞ്ഞ് നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിച്ച് പോവാം. ഓക്കെ, കമോൺ നിഷാന. ഓലോടെ എല്ലാവരും ഉണ്ടായിരിക്കാൻ പറഞ്ഞിരിക്കരുത്. ബിക്കോസ് ഓല് വർത്താനം പറയുന്നതുകൊണ്ട് സൗണ്ട് കൊണ്ട് എനിക്ക് വീഡിയോ നല്ലപോലെ കിട്ടില്ല, ബിക്കോസ് മൈക്കില്ലല്ലോ. അപ്പോൾ ഇനി ഓലെ കൂട്ടിയിട്ട് വീഡിയോ എടുക്കാൻ വേണ്ടി പോകണം. യെസ് ഗൈസ്, അപ്പം നമ്മൾ എന്തിനു പോവുകയാണ്? എൻ്റെ സെല്ലിനെ കാണുന്നുണ്ട് ബാക്ക്ഗ്രൗണ്ടിൽ ഗൈസ്. അപ്പം നമ്മൾ എന്തെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. മാസ്ക് ഇട്ട് ഒരുമാതിരി ഇല്ലേ. അപ്പം നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്. നിഷ്മ അവിടെ റെഡി, നിഷാന നോക്കട്ടെ. നിഷാന അവിടെ റെഡി, നമ്മളെല്ലാവരും റെഡി ആയിക്കണം. സോ നമ്മൾ പോവുകയാണ് അല്ലേ. അപ്പൊ നമ്മള് ആദ്യം ഞാൻ ഭയങ്കര പ്രോ ഡ്രൈവർ ആയതുകൊണ്ട് ആദ്യം ഇവളെയും കൊണ്ട് പോകണം, എന്നിട്ട് ഇവിടെ അവിടെ ഇറക്കിയിട്ട് ഇവളെയും കൊണ്ട് പോകണം. അപ്പൊ അതാണ് ടാസ്ക്. ആദ്യം ഇവളെ കൊണ്ട് ആക്കട്ടെ. ഇവിടെ സെലിമോൾ ഇരിക്കുന്നുണ്ട്. ബാബു വന്നാ ഞാൻ വണ്ടിയെടുക്കട്ടെ. ആദ്യം ഇതിനെ കൂടുതൽ ഓടിയതേ, പിന്നെ അതിനെ കൂടുതൽ ഓടിയതേ. അപ്പൊ എല്ലാരും ആയി. എന്നെങ്കിൽ ഇത് പിടിച്ചോ, ഞാൻ ഇങ്ങോട്ട് പോവാൻ. രണ്ടാളും കൂടി ഒരുമിച്ച് കൊണ്ടുപോയി നടക്കും. ഞാൻ പ്രോ ആണ്. അതാണ് ഞങ്ങൾ ഇങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഓൾ ഓൾറെഡി പോയി. കാണിച്ചു കൊടുക്കണ്ടോ? ഹെൽമെറ്റ് ഇട്ട ചൊറുക്കാവുന്ന ഉമ്മ പറഞ്ഞപ്പോ പിന്നെ ഇവിടെ ഹെൽമെറ്റ് അയച്ചിട്ടില്ല. അതങ്ങനെ അതാക്കണോ അവിടെ കാണുന്നുണ്ടോ അറിയില്ല. നിങ്ങൾക്കറിയോ കേരളത്തിൽ ഈ സമയം 6 മണിക്കാണ് ഈ വെയില്. കാണിച്ചു കൊടുക്കുക. ഈ നാട്ടിൽ മാത്രമേ ഉള്ളൂ. ഇപ്പോൾ മഴക്കാലാണ്, എല്ലാ നാട്ടിലും മഴയാണ്. പക്ഷെ ഞങ്ങളുടെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വെയിലാണ്. കാണിച്ചു കൊടുത്താ കാണിച്ചു കൊടുത്താ കണ്ടോ 6 മണിക്കാണ് വെയിൽ. 6 മണി ഇപ്പോൾ രാവിലത്തെ 6 മണിയല്ല, 6 മണി 6 മണിക്കാണ് വെയിൽ. മതി പട്ടിച്ചോ. ഓക്കിന്റെ ചൊർക്കാട് ടാസ് നല്ല വെയില്. ഫോട്ടോ എടുക്കാൻ നിൽക്കണം. വളരെ രസടി വെയിലൊക്കെ വന്നപ്പോ എന്തൊരു ചൊർക്ക. എടുക്കല്
സോ നമുക്ക് ഇവിടുന്ന് എടുക്കാം. നിങ്ങൾ കേക്ക് കണ്ടില്ലല്ലോ, എനിക്ക് ഞാൻ കാണിച്ചു തരാം കേക്ക്. നമുക്ക് അത് ഹെൽമെറ്റ് ഇവിടെ തൂക്കിടാം. എന്താ ഹെൽമെറ്റ് ഊരാൻ അറിയില്ല. നിങ്ങളിങ്ങനെ കാണാൻ വിചാരിക്കും ഒരുമാതിരി ഉണ്ട്. നിഷാനൊക്കെ കാണുന്നുണ്ട്. നിഷാന ഈ വ്ളോഗിലാണ്. ഞാൻ അതിന് കുറ്റം പറഞ്ഞാൽ എടുത്ത് അടിയും. ഒരുമാതിരി ഉണ്ട് ഇങ്ങനെ കാണാൻ. പക്ഷെ ഞാൻ മുടി ഇങ്ങനെ ആക്കിയിട്ടാണ്, കെട്ടിയിട്ടാണ്. ഞാൻ മുടി കെട്ടി അയച്ചു കഴിഞ്ഞാൽ അടിപൊളിയാവും. ഇതാ ഒന്നെങ്കിൽ പല്ല് അടിച്ചിട്ട് പല്ല് കാട്ടാതെ പക്ഷെ ഇതില് ഫുള്ള് കാണുന്നത് അടിയാണ് വലിയ സ്ക്രീനില്. അപ്പൊ കേക്ക് ഓളെ കയ്യിലുള്ളതാ. കേക്ക് അവിടെ കേക്ക് കാണിച്ചു കൊടുക്കട്ടോ അവർക്ക്. നല്ലപോലെ കിട്ടുമോ? അപ്പൊ നമുക്ക് ഇവിടെ വെച്ചിട്ട് ഞാൻ കേക്ക് കാണിച്ചത്. കേക്ക് പിടിക്കും, ഒരാൾ പിടിക്കും. വിഷ്പ പിടിച്ചോ. അപ്പൊ അന്നയും കാണും കേക്കും കാണും. അല്ലെങ്കിൽ എന്റെ നല്ല ഗ്ലോ ആണ്, സണ്ണിന്റെ ഗ്ലോ ആണ് അല്ലത് എന്റേത്. അപ്പൊ നമുക്ക് കേക്ക് ഞാൻ കാണിച്ചു തരാം. നമ്മളെ ചാനലിൽ അടുത്ത് കുറിച്ച് ഡ്യുവൽ ക്യാമറ ഓഫ് ആക്കിയോളാം. സോ ഗൈസ്, ഇതാണ് നമ്മളെ കേക്ക്. ഐ ലൈക്ക് ഇറ്റ് ടു മച്ച് ആൻഡ് 3 മച്ച്. നമ്മളെ ചാനലിന്റെ 10K സബ്സ്ക്രൈബർ നേടിയിട്ടുള്ളൂ. 6 വേറെ ചെയ്യും. പിന്നെ ഇതാ ബെസ്റ്റ് ഡൂഡ്സ് നോക്കട്ടെ. നിഷാന ഫോട്ടോ എടുക്കുന്നുണ്ട്. ഹായ് നിഷാന, താങ്ക് യു ഗൈസ്. എനിക്ക് ഇങ്ങോട്ട് അപ്പോൾ കറക്റ്റ് സംഭവം പറയാൻ പറ്റിയില്ല. അതായത് ഞാൻ എക്സ്പെക്ട് ചെയ്തിട്ടില്ല സംഭവം. അതാണ് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല. അതുകൊണ്ടാണ് എനിക്ക് റിയാക്ഷൻസ് ഒന്നും വരാതിന്. ഓളിവിടെ കേക്കിന് ഫോട്ടോ എടുക്കുന്നത് അങ്ങനെയല്ല. നിഷ്മാനായിട്ട് കാണണേ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാലുണ്ടല്ലോ ഇവിടെ ക്യാമറയിലൊക്കെ ഞാൻ ശരിക്കും തീരനെ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായില്ല ഇങ്ങനെ ഒരു സംഭവം. എനിക്ക് തീരെ ഇവർ കൊണ്ടുവന്ന് അങ്ങനെ സംഭവമേ ഉണ്ടായില്ല. അതാണ് ഇവര് പറഞ്ഞ ആ സംഭവം ഇന്ത്യയിൽ റിയാക്ഷൻസ് ഒന്നും വരാൻ. ഞാൻ വീഡിയോകൾ കൊടുക്കാൻ കാണുമ്പോൾ മനസ്സിലാവും. പക്ഷെ ഇതിൽ ഭയങ്കര രസമല്ല കാണാൻ. ആരോ വീടാണ്. പക്ഷെ നമ്മൾ ഇവിടുന്നാണ് ഫോട്ടോസൊക്കെ എടുക്കല്. അപ്പോൾ നമുക്ക് ഇനി ഫോട്ടോ എടുക്കാം. ഫോട്ടോസൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതിന്റെ കൂടെ ആഡ് ചെയ്യാം. പറയാൻ സത്യം മറന്നുപോയതാ. അതാണ്. പിന്നെ നമ്മൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ്. സോ നല്ലപോലെ ഇരിക്കും. ഇഷാന കാണില്ല, കുറച്ചും കൂടി ബാക്കൊക്കെ ഇരുന്ന് കാലം നല്ലപോലെ. ഇഷാന എനിക്ക് എങ്ങനെ കംഫർട്ട് വെച്ചാൽ അതേപോലെ വെച്ചോ. സോ ഗൈസ്, നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്? കേക്ക് കട്ട് ചെയ്യാൻ രണ്ടാമത്തെ വട്ടാണ് കട്ട് ചെയ്യുന്നത്. ഒരു വട്ടം നമ്മൾ കട്ട് ചെയ്തു. എന്റെ പുതിയാപ്പിള വിളിച്ചിരുന്നു. സോ പുതിയാപ്പിള ഞാനും കൂടി കട്ട് ചെയ്തു. ബിക്കോസ് ബെസ്റ്റ് ഫ്രൂട്ട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ടാളും ആണ്. അപ്പൊ പക്ഷെ നമ്മളെ ബാക്ക് ബോൺസ് ഇവരൊക്കെ കൂടാണ്. അപ്പൊ നമ്മള് എന്താക്കാൻ പോവാണ്? കട്ട് ചെയ്യാൻ വേണ്ടിട്ട് പോവാണ്. എല്ലാരും ക്ലാപ്പ് ചെയ്യും. ഞാൻ കുറച്ച് ബാക്ക് ആയിരുന്നു. എന്തെങ്കിലും പറയാനല്ലോ. അയ്യോ, നമ്മളില്ലേ ഒരു എസ്തെറ്റിക് ബാക്ക്ഗ്രൗണ്ട് കിട്ടാൻ വേണ്ടി നമ്മൾ കാട്ടിൽ വന്നിട്ടായിരിക്കണേ. പക്ഷെ പുല്ലിലായിരിക്കണേ. കണ്ടോ അവിടെ ബാഗ് കണ്ടോ? ബാഗ് ഫുള്ള് പുല്ല. സോ നമ്മൾ അവിടെയാണ് ഇപ്പൊ ഇരിക്കുന്നത്. എത്ര ആൾക്കാർ കാണുന്നു എനിക്ക് അറിയില്ല. പക്ഷെ ഈ കാണുന്ന ആൾക്കാരോട് എനിക്ക് എന്നേ പറയാനുള്ളൂ, എന്താ പറയാ, നമുക്ക് നല്ല ഹാപ്പി ഉണ്ട്. അതിനെല്ലാത്തിനും കാരണം നിങ്ങളാണ്. നമ്മൾ ഇഷ്ടപ്പെട്ട് സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാരാണ്. ഇന്നിപ്പോ ഈ ഒരു കേക്ക് മുറിക്കാനും ഇപ്പൊ ഞാൻ ഈ സന്തോഷത്തോടെ ഇരിക്കുന്നുണ്ടെങ്കിൽ മീൻസ് ജോക്കായിട്ട് പറയല്ല. കുറെ ആൾക്കാർ മറ്റേ ഇങ്ങനെ ക്ലീഷായിട്ട് പറയുമല്ലോ, നിങ്ങള് കാരണമാണ് അങ്ങനെ 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 അതാക്കിട്ട് പറയില്ല. പക്ഷെ ബേസിക് വെച്ച് നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഓരോരുത്തർ തന്നെയാണ്. എനിക്കറിയാം എന്റെ ലോങ് വീഡിയോസ് അധികം വ്യൂസും കാര്യങ്ങളൊന്നും പോലില്ല. പക്ഷെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ നിങ്ങളെല്ലാരും ഇനി അത്ര ഇഷ്ടപ്പെടുന്നവരായിരിക്കും. എനിക്ക് ഉറപ്പാണ്. സോ താങ്ക് യു ഗൈസ് വൺസ് അഗെയിൻ. ആൻഡ് നമ്മളെ കേക്ക് ഞാൻ കാണിച്ചു തന്നില്ലേ വീഡിയോയില്. അപ്പോൾ ഞാനൊരു ചെറിയ പീസ് ഇവിടെ കട്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ 2 തെണ്ടികളാണ് എനിക്ക് കേക്ക് കൊണ്ടു തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല ഇവർക്ക്. ഞാൻ പറഞ്ഞില്ലേ, ആദ്യം പറഞ്ഞില്ലേ കേക്ക് ഇവർ കൊണ്ടും അങ്ങനത്തെ ആ സംഭവം എനിക്ക് ഉണ്ടായില്ല. ആൻഡ് റിയലി താങ്ക് യു. ചോദിച്ചോണ്ടാണ്. താങ്ക് യു. അപ്പൊ താങ്ക് യു. വെൽക്കം. അപ്പൊ ഇവര് രാവിലെ പോയിന്. അപ്പൊ ഞാൻ വിചാരിച്ചിട്ടില്ല ഇവര് കേക്ക് വാങ്ങാൻ. എന്റെ മനസ്സിലാവും എക്സ്പെക്ടേഷനേ ഇല്ല ഇവര് കേക്ക് വാങ്ങും. അങ്ങനെ ചിന്തിച്ചിട്ടും കൂടല്ല ഞാന്. അപ്പൊ എനിക്ക് എന്താ പറയേണ്ടതല്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ് നമ്മളെ സന്തോഷത്തില് കൂടെ സന്തോഷിക്കണേ. അല്ലാന്നുണ്ടെങ്കിൽ അതിനെക്കാട്ടും കൂടുതൽ സന്തോഷിക്കുന്ന ആൾക്കാരുണ്ടാവണതല്ലേ. എനിക്ക് ഒറ്റ ആഗ്രഹമുള്ളൂ, പഠിച്ചോരെ പ്രാഗ്രഹ തെണ്ടികളെ, നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പിരിയാൻ വേണ്ടി നിങ്ങൾ പ്രാഗരുത്. ബിക്കോസ് പരിക്കുന്ന വരെ എനിക്ക് ആഗ്രഹം ഉണ്ട് ഞങ്ങൾ 3 ആൾ ഇതേപോലെ തന്നെ ഉണ്ടാവണം എന്നുള്ളത്, പിരിയരുത് എന്നുള്ളത്. ബിക്കോസ് ഞങ്ങൾ എന്ത് തെണ്ടിത്തരം കാണിക്കാന്നുണ്ടെങ്കിലും എന്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നല്ല തല്ലുണ്ടാക്കും. നിങ്ങൾ വിചാരിക്കണ പോലെയല്ല. 3 ഗേൾസ് എന്നൊക്കെ പറയുമ്പോൾ എല്ലാവരും വിചാരിക്കും സുഖമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന്. പക്ഷെ അങ്ങനെയല്ല. ഞങ്ങളാണ് ഏറ്റവും കൂടുതൽ തല്ലുണ്ടാക്കണേ. ബോയ്സിനെക്കാളും എനിക്ക് നമ്മളാവും കൂടുതൽ തല്ലുണ്ടാക്കണേ. അപ്പൊ എത്ര തെണ്ടിത്തരങ്ങൾ കാണിച്ചാലും അങ്ങോട്ടും കൂടെ നല്ലോണം പറഞ്ഞാലും എന്നോട് മുണ്ടൂലെന്ന് പറഞ്ഞാലും ലാസ്റ്റ് എൻഡ് ഓഫ് ദ ഡേ എന്തെങ്കിലും ഒരു ആവശ്യം വരുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ തേങ്ങ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ മുണ്ടലുണ്ട്. അപ്പൊ എനിക്ക് അത്രേ ആഗ്രഹമുള്ളൂ. നമ്മള് ഒരാഴ്ച 4 ആഴ്ച
4 ആഴ്ച അങ്ങനെ മുണ്ടലുണ്ടായില്ല. ഇവളോട് ഞാനോട് ഞാൻ തെറ്റിട്ട് എത്ര ദിവസമായി? 4 ദിവസം. ഓളോട് ഞാൻ തെറ്റിട്ട് 4 ആഴ്ചയായി. പിന്നെ ഞങ്ങൾ ഇന്നലെ കേക്ക് വാങ്ങാൻ പ്ലാൻ ഇട്ടിട്ടാണ് ഞങ്ങള് മുണ്ടിയത്. അപ്പൊ ഇതൊരു കാരണമായി. അതാ പറയണ നിങ്ങളാണ് കാരണം. മിണ്ടാ അടക്കുന്ന ആൾക്കാർ തന്നെ തെറ്റി കഴിഞ്ഞാൽ ഓരോ സ്വഭാവം ഓരോരുത്തർക്ക് നല്ലോണം പറ്റൂല. ബിക്കോസ് ഞങ്ങൾ അങ്ങനെയാണ്. എന്തുകൊണ്ടായി ചെയ്താൽ അറിയില്ല, മാറ്റം നോക്കിയാലും എടുക്കൂല, വേറെ ചെയ്യോ. അപ്പൊ പറഞ്ഞു വന്നത് പഠിച്ചോനെ വരെ കിട്ടിയാലും ബ്ലസ്ഡ് ആണ്. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, അങ്ങനെ നമ്മൾ സന്തോഷിക്കുന്ന ആൾക്കാരൊപ്പം കിട്ടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവമല്ല, വലിയ സംഭവം ഓർമ്മ. അപ്പോ രാഗനോലി അത്രേ പറയാനുള്ളൂ. അപ്പൊ നമുക്ക് കേക്ക് കട്ട് ചെയ്യാം. അപ്പൊ നമ്മളെല്ലാരും വിളിക്കുകയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് ഞാൻ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളും ഈ കേക്ക് കട്ടിങ്ങിൽ അവിടെ ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോ നിങ്ങളും കേക്ക് കട്ട് ചെയ്യുമ്പോ എന്ത് പാട്ട് പാടണം? എന്താ പാടുക? ഹാപ്പി ബർത്ത്ഡേ അല്ലല്ലോ ഇപ്പൊ അത്. അപ്പൊ ഹാപ്പി 10K ടു യു അങ്ങനെ പറയണം കേട്ടോ. അപ്പൊ ഞാനിവിടെ കേക്ക് കട്ട് ചെയ്യുമ്പോ നിങ്ങളും അവിടെ കടന്നിട്ട് പാടണം. ഓക്കെ, 10,000 ആൾക്കാർ എന്റെ വീഡിയോസ് കാണുന്ന 10,000 ആൾക്കാർ ഇതിന്റെ മുമ്പിൽ ഉണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഈ കേക്ക് കട്ട് ചെയ്യണത്. ഓക്കെ, അപ്പൊ ഞാൻ കേക്ക് കട്ട് ചെയ്യുമ്പോ എല്ലാരും എന്ത് പറയണം? ഹാപ്പി 10K ടു യു അങ്ങനെ പറയണം. ഓക്കെ, ഐ ഹോപ്പ് നിങ്ങൾ പറയുന്നുണ്ടാവും എന്നുള്ളത്. എനിക്കറിയാം നിങ്ങൾ എന്റെ മുത്തുമണീസാണ്. അപ്പൊ നമ്മൾ കട്ട് ചെയ്യാൻ പോവാണ്. ഓക്കെ, റെഡി 1 2 3 സ്റ്റാർട്ട്. യൂട്യൂബിനെ മുറിച്ചുണ്ട്. യൂട്യൂബിനെ കുറിച്ചില്ല, പറയൂ. ഹാപ്പി 10K ടു യു, ഹാപ്പി 10K ടു യു, ഹാപ്പി 10K ടു യു, ഹാപ്പി 10K ടു യു. എല്ലാം പൊളിഞ്ഞു പോയി. ഗൈസ്, കേക്ക് ചെറുതായി ചാടി ചാടി. ഏതായാലും ചാടിയതല്ലേ, ക്രീം ആട്ടെന്നാ നമുക്ക് കഴിക്കാം. ആദ്യം ഇങ്ങൾക്ക് തന്നെ തിന്നോളിട്ടാ. താങ്ക് യു. അപ്പൊ എന്റെ മാതാശ്രീ വീഡിയോ എടുക്കാനും ഫോട്ടോ എടുക്കാനും പോരില്ല. മാതാശ്രീ അവിടാണ്. സോനി ബാക്കി കേക്കൊക്കെ മാതാശ്രീക്ക് കൊടുക്കണം, പിന്നെ പെരക്കാർക്കൊക്കെ കൊടുക്കണം. അപ്പൊ ഗൈസ് ടാറ്റാ ബൈ ബൈ. അപ്പോ ഈ ഒരു 10K ആയ ജേർണിയില് എനിക്ക് എന്താണ് പറയാനുള്ളത്? അല്ല, എന്റെ കഷ്ടപ്പാടൊക്കെ കണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടാൾക്കും എന്താ പറയാനുള്ളത്? ഞങ്ങൾക്ക് എന്താ പറയാനുള്ളത്? ആദ്യം നിഷ്മ പറയും. എന്താണ് പറയാനുള്ളത്? ഞാൻ പ്രാക്ടീസ് കൊടുത്താണ്. കിട്ടണില്ല ഇജ്ജ് പറഞ്ഞോ. അല്ല, എന്താണ്? നല്ല സന്തോഷമുണ്ട് 10K ആയപ്പോ. നല്ല സന്തോഷം പറഞ്ഞോ. നമ്മളോട് സംസാരിക്കാൻ സംസാരിച്ചോ, ആൾക്കാർ കേൾക്കുമെന്ന് വിചാരിക്കണ്ട. നല്ല സന്തോഷം വന്നു. ഞാനും ഒട്ടും എക്സ്പെക്ട് ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ബാക്കി പറയാൻ കിട്ടൂല. അല്ല, ഇജ്ജ് പറഞ്ഞോ. അങ്ങനെ തന്നെയാണ് ഇച്ചോട് പറയാൻ കിട്ടുക. ഇജ്ജ് പറഞ്ഞോ. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 3 ഇൻട്രോവേർട്ടാണ്. ഇവളിപ്പോ ഇൻട്രോവേർട്ടല്ല. ഞാൻ വീഡിയോയിൽ സംസാരിച്ച് എനിക്ക് ആരും സംസാരിക്കാനുള്ള സംഭവം കിട്ടി. അല്ല, ഞാൻ സംസാരിക്കും, പക്ഷെ നമ്മളെ കംഫർട്ട് സോണിൽ നല്ല സംസാരിക്കുന്നുണ്ടെങ്കിലും വീഡിയോയിലൊക്കെ സംസാരിക്കാൻ എനിക്ക് ഭയങ്കര കുറച്ചില്ലായിരുന്നു. സംഭവമൊക്കെ ഒന്നും പറയാൻ കിട്ടാത്തത് വീഡിയോ ഓണാക്കിയതുകൊണ്ടാണ്. സോ ആൾക്ക് എന്തായാലും സന്തോഷമുണ്ട്, അവൾ അത് വിചാരിക്കുക. അല്ലാതെ നിഷ്മാക്ക് അങ്ങനെ ഒന്നും വിചാരിക്കരുത്. ഓക്കെ, ഇനി നിഷാന പറയും. നല്ല സന്തോഷമുണ്ട്. കുറച്ച് പറയാം. 10K എന്നൊന്നും പറഞ്ഞാൽ അത്ര സിമ്പിൾ ആയിട്ട് കിട്ടിയ കാര്യമൊന്നുമല്ല. ഇതില് എന്താ ബെസ്റ്റ് ഡ്യൂഡ്സ് എന്ന് നെയിം കൊടുത്തിട്ട് യൂട്യൂബിൽ നമ്മളെല്ലാവരും ലൈഫ് സ്റ്റൈലും ഓളെ ഫുഡ് വീഡിയോസും അല്ലാത്ത വീഡിയോസും ഒക്കെ പോസ്റ്റ് ചെയ്ത് എല്ലാം നമ്മളൊക്കെ ഉണ്ട് യൂട്യൂബ് ചാനലില്. പക്ഷെ അതിന്റെ എല്ലാ എഫേർട്ട് എടുത്ത് അതിന്റെ സ്ട്രഗിൾ എടുത്ത് ആ വീഡിയോ എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്ത് ഇത്രയും കാലം കഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഒരേ ഒരാളാണ്. ആ ഒരാളാണ് കേക്ക് പിടിച്ചിട്ടിരിക്കണേ. ഞാൻ എന്റെ സ്നേഹം എക്സ്പ്രസ് ചെയ്യാൻ എനിക്കൊരിക്കലും ഇതേവരെ പറ്റിയിട്ടില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. പക്ഷെ എന്റെ മനസ്സിൽ അത്രയും സന്തോഷമുണ്ട്. കാരണം 100 200 300 400 ഇതൊക്കെ നമ്മൾ അത്രയും കഷ്ടപ്പെട്ട് ഓളെ എഫേർട്ട് കൊണ്ട് ഉണ്ടാക്കിയെടുത്തതാണ്. ഈ ഒരു സിറ്റുവേഷനിൽ ഞാൻ ഈ പറയണ റെഡിയാണോ, ഇത് പെർഫെക്റ്റ് ആണോന്ന് വെച്ചറിയില്ല. പക്ഷെ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എന്റെ താത്താന്നില്ല നിലക്ക് നല്ല പ്രൗഡും ഉണ്ട് ഓളെ കുറിച്ച് ആലോചിച്ചിട്ട്. അത്ര തന്നെ. താങ്ക് യു ഗൈസ്, കരയരുത്. ഈ വീഡിയോ കാണുന്നേ നിങ്ങളോടാണ് പറയാനുള്ളത്. കളിയാക്കാനും കുറ്റപ്പെടുത്താനും ആൾക്കാർ കുറെ ആൾക്കാരുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കുറച്ച് ആൾക്കാരെങ്കിലും ഉണ്ടാവും. സോ എനിക്ക് അറിയാം, ഞാൻ എടുക്കുന്ന എഫേർട്ടിനല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്ത് ഞാൻ എത്തിയിട്ടില്ല, ഉദ്ദേശിച്ച പോലെ ഞാൻ ആയിട്ടുമില്ല. പക്ഷെ എന്നാലും ഈ ഒരു നമ്പർ എനിക്ക് ചെറിയ നമ്പർ അല്ല, വലിയ നമ്പർ തന്നെയാണ്. അപ്പോൾ നിങ്ങളും എഫേർട്ട് ചെയ്തുകൊണ്ടിരിക്കുക, കണ്ടിന്യൂസ് ആയിട്ട് അല്ലെങ്കിൽ കൺസിസ്റ്റൻസി കീപ്പ് ചെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുക.
പെർഫെക്ഷൻ ഓർത്തിരിക്കരുത്. ഞാനും കുറെ കാര്യങ്ങൾ എനിക്ക് വിചാരിച്ചിനി, ബാക്ക്ഗ്രൗണ്ട് അത് ഇത് വോയിസ് ഓവർ കൊടുക്കുന്നത്, ഇതിലൊക്കെ എനിക്ക് നല്ല കൺഫ്യൂഷൻ ഉണ്ടായിന്. പക്ഷെ ഞാൻ സ്റ്റാർട്ട് ചെയ്തു, ബാക്കി വരുന്നോടത്ത് വെച്ച് കാണാം എന്നൊക്കെ വിചാരിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്തതാണ്. സോ അത്ര തന്നെ ഉള്ളു സംഭവം. നിങ്ങൾക്ക് വിചാരിക്കും എന്തോ ഒരു വലിയ സംഭവം നമ്മൾ പറയണേന്ന്. പക്ഷേ എന്നെ സംബന്ധിച്ചത് വലിയതായതുകൊണ്ട് ഞാൻ പറയണേ. സോ ഇന്നെ പോലെ തന്നെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇതായിട്ട് നിൽക്കുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഗിവ് അപ്പ് ചെയ്യരുത്, കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുക. അപ്പോൾ എന്തെങ്കിലും ഒരു ദിവസം സക്സസ് എന്തെങ്കിലും ഒരു സക്സസ് ആവും ഞാനും നിങ്ങളും എല്ലാവരും. അപ്പം ബൈ.